Hello, good afternoon. Good afternoon. Good afternoon, ma'am. Okay. പിള്ളേരൊക്കെ 45 ഉണ്ടാവാറുള്ള നിങ്ങൾക്കറിയില്ലേ ഇത്രയും സ്ട്രെങ്ത് നമ്മുടെ ക്ലാസ്സിൽ കാണാറുള്ളോ എന്നാണ് ചോദിച്ചത്. No, ma'am. 100 something. 100 and above ഉണ്ടല്ലേ? അപ്പൊ എന്താണോ വരാത്ത? ജസ്റ്റ് ഹാഫ് പോലും ആയില്ല. വഴിയെ വരുന്നവരാണോ? നമ്മൾ പോകുന്ന യാത്രയിൽ ഇടയ്ക്ക് വെച്ച് കയറുന്നവരാണോ ഇവര് ബാക്കിയുള്ളവര്? അങ്ങനെയാണോ? ഐ തിങ്ക് സോ, അങ്ങനെയാണ് തോന്നുന്നത്. മിണ്ടൂല, നിങ്ങള് മിണ്ടാനുള്ള അവസരം തരുമ്പോ നമ്മൾ മിണ്ടണം. നമ്മളിന്ന് മിണ്ടിക്കാതിരിക്കുമ്പോ അവർക്ക് നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. ചോദിക്കുമ്പോ നമുക്ക് കാലത്ത് എന്താ പറയാ, ഉച്ചയായില്ലേ, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇത്തിരി ക്ഷീണത്തില്ല. അപ്പൊ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് സംസാരിക്കണ്ട എന്ന് പറയുമ്പോ അത്ര സംസാരിക്കണ്ട. 3 പേരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഉണ്ടാവോ? അത് ശരി. അപ്പൊ ടൈം ടേബിൾ കണ്ടിട്ട് ഞാനുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് വരാത്തായിരിക്കും. അല്ല മിസ്, ഒരു 140 ഒക്കെ ആകുമ്പോ എല്ലാരും കേറാറുണ്ട്. ബിഗിനിങ്ങിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞേ, അതാ ഞാൻ ചോദിച്ചത്. ചിലപ്പോ ടൈം ടേബിൾ ഒക്കെ കിട്ടിയല്ലോ. ടൈം ടേബിൾ കിട്ടാഞ്ഞിട്ടായിരുന്നു എപ്പോഴും നമ്മൾ ചോദിച്ചോണ്ടിരുന്നത്. ഞാനും അവരെ ശല്യം ചെയ്തോണ്ടിരുന്ന് കൊടുത്ത് അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി ടൈം ടേബിൾ നോക്കി കയറാമെന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നോ ടൈം ടേബിൾ ചോദിച്ചേന്നാവോ എല്ലാവരും? ആരുടെ ആരാണ് എടുക്കാൻ പോകുന്നേ അതറിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ക്ലാസ്സിൽ വരാൻ പറഞ്ഞേ. എന്തായാലും ക്ലാസ്സുകളൊക്കെ എന്തായാലും എന്താ പറയാ, നമ്മളുടെ ടൈം ടേബിള് ആയാലും അതെ, കഴിഞ്ഞ ആഴ്ചയിലെ ആരൊക്കെയോ നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നേ ആ ടീച്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ എടുക്കുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ അതിനൊരു ട്രയൽ ആയിരുന്നു. ആ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ നമ്മള് ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഒരു ടൈം ടേബിൾ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആക്കണ്ട ഇടയ്ക്ക് വെച്ചിട്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സുകൾ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നോ, ഇപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നപ്പോ ആ മിസ്സിന്റെ പേരില്ല, ഒന്നും പേടിക്കണ്ട. ആ മിസ് എവിടെ നിർത്തിയോ അവിടെ ക്യാരി ഓൺ ചെയ്യാൻ നമുക്കറിയാലോ. ആരും തന്നെ ഇത് പൂർത്തിയായാലും അത് പകുതിക്കിട്ടില്ല. ആരും കംപ്ലീറ്റ് തന്നെ ചെയ്തു തരും. അത് തുടക്കം മനസ്സിലായില്ലെങ്കിൽ എന്തായാലും മനസ്സിലാക്കി തന്നിട്ടാണ് ടീച്ചർ എടുത്തേക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് പുള്ളിക്കാരിയുടെ ബാക്കി ഭാഗം തുടങ്ങി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലും പകുതി ഒന്നും വെച്ചിട്ട് അന്നത് എടുത്തതല്ലേ അങ്ങനെ പറയില്ല ആരും. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ വിടുള്ളൂ. ആരും ടെൻഷൻ അടിക്കില്ല. ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വേറെ കാര്യങ്ങളിരിക്കുന്നു നമുക്ക് ടെൻഷൻ ആവാനായിട്ട്. ഇത്ര നിസ്സാര കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ടെൻഷൻ ആക്കണേ? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് വർക്കിംഗ് ഡേ അല്ലേ എക്സാം ഉണ്ടാവൂ. അപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെങ്ങനെയാ? ഓപ്ഷൻ ഉണ്ടാവും. അവരതിന് ഉള്ള സൊല്യൂഷൻസ് കണ്ടെത്തും. ഇതിനു മുമ്പ് നമ്മൾ ബാച്ചേഴ്സ് ഇവിടെ കഴിഞ്ഞു, നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത്ര അതായത് കുറച്ചൊക്കെ നമ്മൾ നോക്കും. ഏതെങ്കിലും അങ്ങനെയുള്ള ഡേ നോക്കിയൊക്കെ എക്സാം വെക്കുന്നേ, കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് എന്തെങ്കിലും തക്കതായ റീസൺസ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് എന്താ സൊല്യൂഷൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ, എക്സാമിന്റെ ടൈം ആകാറാകുമ്പോൾ എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. എന്താണ് ചോദിച്ചത്? റെക്കോർഡഡ് ക്ലാസ് പെട്ടെന്ന് ചോദിച്ചോ, വേഗം ഞാൻ ആൻസർ പറയാം. ഇപ്പൊ ടൈപ്പ് ചെയ്യില്ല, വായിച്ചു തീർന്നില്ല. മറ്റേതിന്റെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും എന്റെ അല്ല മാം, ഇപ്പൊ റെക്കോർഡ് ക്ലാസ് വൈകിയാണ് വരുന്നത്. ഇന്നലത്തെ ക്ലാസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതെന്തായിരുന്നു? ഇന്നലെ നടന്ന ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയില്ല? ഇല്ല, ഇതുവരെ വന്നില്ല. ആരെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ പറയാ. മിസ്സെ കിട്ടിയിട്ടില്ല. ലേറ്റ് ആയാണ് കഴിഞ്ഞ ദിവസം വന്നത്.
ഈയിടെ കൊണ്ട് ഇപ്പൊ ലൈറ്റ് ആയിട്ടാണ് ക്ലാസ് കിട്ടുന്നത്. ആണോ? ഇന്നലത്തെ ക്ലാസ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല? ഇല്ല. ഇല്ല, ഇത് 1:30 കഴിഞ്ഞല്ലോ. 2 ദിവസമായിട്ട് ലേറ്റ് ആയിട്ടാ മിസ്സേ കിട്ടുന്നേ. ആണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ച് എടുക്കുമ്പോ ഞാൻ നിങ്ങളോട് ഒന്ന് 2 മിനിറ്റ് നോട്ടൊക്കെ വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം കേട്ടാ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കണം, എനിക്കത് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് അത് ഞാൻ ചോദിക്കാം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. യെസ്, അടുത്തത് ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രശ്ന പരിഹാരിയാണ് ഇത്. എക്സാമിനെ പറ്റിയാണ് എന്തോ എക്സാമിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ആ ചോദിക്കേ. അതിന് എക്സാമിന് നമ്മളിപ്പോ ഫസ്റ്റ് ചാൻസിൽ നമുക്ക് അഥവാ ഇത് കിട്ടിയില്ല എന്നുള്ള ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് എക്സാം എഴുതാൻ പറ്റുമോ? ഫസ്റ്റ് ചാൻസിലോ കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫൈനൽ എക്സാം ആണ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മീൻസ് അതായത് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കഴിഞ്ഞു, അതിന്റെ മെയിൻ എക്സാം ഇല്ലേ, ആ മെയിൻ എക്സാമിന് മാത്രമേ അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളൂ. മാക്സിമം അങ്ങനെ ആരും വന്നിട്ടില്ല, ഈ കഴിഞ്ഞ ബാച്ചിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് ഒക്കെ അതുകൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിനകത്ത് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ഇതുവരെ ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ്. അതെല്ലാവർക്കും അങ്ങനെ അവർ സ്കോർ ചെയ്യുന്ന മാർക്കിന്റെ അപ്പൊ അതുകൂടി ചേരുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, അതായത് മാർക്സ് ഉണ്ടാകാറുണ്ട് അഡക്വേറ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് പാസ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കുകൾ എല്ലാവർക്കും കിട്ടാറുണ്ട്. അത്രയും ഇതിലേക്ക് പോകാറില്ല ആരും. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകളും അതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇന്നൊക്കെ എടുത്തിട്ടാണ് അയക്കുന്നത്, നിങ്ങൾക്ക് ഈ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും പിന്നെ തന്നെയല്ല, നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ക്ലാസ്സിൽ ഈ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു റിവിഷൻസ് കൂടി തന്നു. അതുകൂടി കഴിഞ്ഞിട്ട് അപ്പൊ മൊത്തം ഓൾ ടുഗദർ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്ന് അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ആക്കിയിട്ടാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഇൻ കേസ് അങ്ങനെ വരുമ്പോ അതിനും സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ മാം. ഓക്കെ മാം 6 മന്ത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം ഉണ്ടാവോ? ആ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ആദ്യം എക്സാം നടത്തുന്നു, പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് അതും എക്സാം നടത്തുന്നു. ലാസ്റ്റ് എല്ലാം കൂടി തീർന്നിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ എക്സാം വരിക. അതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇനി നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. അതൊക്കെ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വരിക. ഇന്ത്യയുടെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് വരിക. അക്കോർഡിംഗ് ടു ദ റേഷ്യോ ഓഫ് യുവർ റിട്ടേൺ മാർക്സ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന മാർക്കിന്റെ ആ റേഷ്യോയില പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മാർക്ക് ആൻഡ് പ്ലസ് ചില എന്താ പറയാ അഡീഷണൽ നിങ്ങളുടെ പെർഫോമൻസുകൾ, നിങ്ങളുടെ ക്ലാസ് അറ്റൻഡൻസ് മീൻസ് അങ്ങനെയല്ല, ക്ലാസ്സിലോ നിങ്ങൾ വായിച്ച് നിങ്ങളാണല്ലോ ഇത് എഴുതുന്നത്, ക്ലാസ്സിന് വേണ്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇന്റേണൽ മാർക്സ്. മോക്ക് ടെസ്റ്റ് ബേസ് ചെയ്ത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന്റെ, ഒത്തിരി കാര്യങ്ങളുണ്ട്. മോക്ക് ടെസ്റ്റ് മാത്രം ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ചില ആളുകൾക്ക് ലൈവിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള കണ്ടീഷൻസിൽ തന്നെയാണല്ലോ നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊപ്പോർഷനേറ്റ് ബേസിക്കലി അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ റിട്ടേൺ എക്സാം, നിങ്ങളുടെ എക്സാമില് നിങ്ങൾ കൊടുക്കുന്ന എക്സാമിന്റെ ബേസിസില് കൂടുതൽ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ? സർട്ടിഫിക്കറ്റിന്റേതായ വാല്യൂ ഉണ്ട്. സർട്ടിഫൈ ചെയ്തിട്ട് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ISSBയില് ഇത് നമ്മൾ ചെയ്തിട്ട് അവിടെ നിന്ന് സർട്ടിഫൈ ചെയ്ത് വരുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെ ഒരു ഓൺലൈൻ ക്ലാസ് ആവുമ്പോ അങ്ങനെ ഉണ്ടാവോ? ഓൺലൈൻ എന്തുമാത്രം കോഴ്സസ് നടക്കുന്നു ഇപ്പൊ. ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ മാത്രമൊന്നുമല്ല ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നത് വാലിഡ് ആകാതിരിക്കാനായിട്ട്. എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നു. ഇന്ന് ഒരുപാട് കുറെ ആളുകളൊക്കെ ഈ എന്താ പറയാ ഓൺലൈൻ ക്ലാസ്സുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പല കോഴ്സസിനും. എന്തെങ്കിലും വേറെ ജോലി ചെയ്യുന്നു, നമുക്കത് റെഗുലർ ആയിട്ട് പോയി എടുക്കാനും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കോഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഓൺലൈൻ ക്ലാസ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വാലിഡ് ആണ്. ഓക്കെ, മാം ഒറ്റ പേപ്പർ ആയിരിക്കും എക്സാം? എന്താ പറയുക, റിട്ടേൺ എക്സാം ആണോ എന്നാ?
ഓൺലൈനിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ ഗൂഗിളിൽ ഓൺലൈൻ തന്നെ ആയിട്ടാണ്, ഗൂഗിൾ മീറ്റ് വഴി തന്നെ ആയിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ, എക്സാമിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ, ആ ടൈം ഉണ്ട്, ടൈം അനുസരിച്ച് നിങ്ങളുടെ ലിങ്കിലേക്ക്, നിങ്ങളുടെ വാട്സപ്പിലെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിലൂടെ കയറി നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ കയറിയിട്ട് നിങ്ങൾ എക്സാംസ് കൊടുക്കണം. ഓപ്പൺ ആയിട്ട് വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ച് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസ് കൊടുക്കുക. എക്സാംസ് ഒക്കെ ഓൺലൈൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. മാം മോക്ക് ISSB ടെസ്റ്റ് based എല്ലാം ആണോ മാം? നിർബന്ധമാണോ? മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് ആണോ? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണമല്ലോ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണമല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഈ ഒരാൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണോ ഈ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബാച്ചിൽ കയറിയിരിക്കുന്ന, ഈ ഒരു ക്ലാസ്സിൽ കയറിയിരിക്കുന്ന കുട്ടികളെല്ലാവരും നിങ്ങളുടെ ലിങ്കിൽ വരുന്ന മോക്ക് ടെസ്റ്റുകൾ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. ചില ആൾക്കാർ അവനും പഠിക്കുന്നുണ്ട് അവളും പഠിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരിയാണ് അപ്പുറത്തെ ബാച്ചിലുണ്ട്, ഇവര് എന്റെ മോർണിംഗ് ബാച്ചിലുണ്ട്, എനിക്ക് മോർണിംഗ് ബാച്ചിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മോർണിംഗ് ബാച്ചിന്റെ ലിങ്കിൽ കയറിയിട്ട് അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കിയത് നടക്കുന്ന കാര്യമില്ല. മാം അപ്പോ ഇതുവരെ ചെയ്യാത്തൊക്കെ ഇപ്പൊ നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്തൂടെ? പെൻഡിങ് ഉള്ളതെല്ലാം നല്ല നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് മോക്ക് ടെസ്റ്റില് നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ഓരോ ടീച്ചേഴ്സ് അവരവരുടെ ചാപ്റ്ററിൽ നിന്ന് തരുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്നല്ലോ, ഈ മോക്ക് ടെസ്റ്റ് സെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുക. 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് 10 ക്വസ്റ്റിനെ ആൻസർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. 2 ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ്സുകൾ എടുക്കുന്ന അതിൽ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. ആ 5 പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് 5 എന്താ പറയുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യണേ. ഐ തിങ്ക് നിങ്ങൾ അവിടെ എഴുതി ഒരു നോട്ട് ബുക്കിൽ അതിന്റെ കൂടെ ആ ടീച്ചറുടെ ബുക്കിന്റെ കൂടെ അതുകൂടി എഴുതി വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആഫ്റ്റർ ഓൾ ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് ഈ ഒരു മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്കൊന്ന് പഠിക്കാം, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അതുകൂടാതെ ടീച്ചേഴ്സ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ they will give some questions extra. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും, അതും ബേസ് ചെയ്ത് പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ പാഠങ്ങൾ കൂടി ഒന്ന് ടോപ്പിക്സ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ റെഫർ ചെയ്ത് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനെ അങ്ങോട്ട് വിട്ടേക്കുക. നമുക്ക് മനസ്സിലായി, ഓക്കെ അത് സാരില്ല. പക്ഷെ മോക്ക് ടെസ്റ്റുകൾ എന്തിനാ? നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയിട്ട്. അതാണ് മോക്ക് ടെസ്റ്റിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ പടം എടുത്ത് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്? അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇവിടെ. അത് ഞങ്ങൾ എഴുതണം, അത് അവർക്ക് കൊടുക്കണം, അവരത് വേറെ രീതിയിൽ അത് ഡോക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് അത് ഗൂഗിളിനകത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കണം. ഒത്തിരി കാര്യങ്ങളില്ലേ. അപ്പൊ അതിന്റെ ബിഹൈൻഡ് നിങ്ങൾ വിചാരിക്കണം ഒരുപാട് പ്രയത്നങ്ങളായിട്ട് പുറകിലുണ്ട്. അപ്പൊ നമ്മളത് അതിനൊരു വാല്യൂ കൽപ്പിക്കാതിരുന്നാൽ അത് ശരിയല്ലല്ലോ, അല്ലെ? എല്ലാം നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരവരുടേതായ ഡിഫക്റ്റുകളും ഫോൾട്ടുകളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ കുറെയൊക്കെ പോകെ എല്ലാവരും കറക്റ്റ് ചെയ്ത് വരും. നമ്മൾ എന്ത് കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കുക. ഈ ഒരു കോഴ്സ് പഠിക്കാൻ കയറിയപ്പോ ഇതിനകത്ത് നിങ്ങൾക്ക് നോട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ ക്ലാസ്സിലെ ടീച്ചർമാർ അവരവരുടെ ക്ലാസ് കയറിയിരുന്നിട്ട് വേറെ കാര്യമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നേ. അവരവരുടെ ചാപ്റ്റേഴ്സ് അനുസരിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസ് തിരിച്ചിങ്ങോട്ടെ എങ്ങനെ തരണ്ടേ? നിങ്ങളത് വായിച്ചു പഠിക്കുക, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. അപ്പോഴാണ് ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് നല്ല രീതിയിൽ കണ്ടക്ട് എന്താ പറയുക ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാംസും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇതൊക്കെ കൂടി ഞങ്ങൾ എങ്ങനെ പഠിക്കും, ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ ഒപ്പം അവരുടെ ഒപ്പം നമ്മൾ നീങ്ങുക, കുറെയൊക്കെ വായിച്ചു പഠിക്കുക. ആഫ്റ്റർ ഓൾ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒരു മോഡൽ എക്സാം ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. മോക്ക് ടെസ്റ്റുകളും അപ്പിയർ ചെയ്ത് ഈ മോഡൽ എക്സാംസും അപ്പിയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നത് പഠിക്കാനും ഒക്കെ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടി ക്ലിയർ ചെയ്യുക. എല്ലാം നമ്മളെ കൊണ്ട് മാത്രം കറക്റ്റ് ചെയ്യിപ്പിക്കുകയല്ലോ, അല്ലെ? ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളോട് പറയുമ്പോൾ നമ്മളത് പറഞ്ഞ് അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈവൺ ഞാൻ തന്നെയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ഇന്നത് ടീച്ചറെ ഇന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരുമ്പോഴാണ് എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലാതെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞ ഒരിക്കൽ നിന്ന് മനസ്സിലാക്കിയത് ചിലവര് ചിലപ്പോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നായിരിക്കാം. അത് ചെയ്യണം, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അത് നേരത്തെ ഉള്ളതൊക്കെ പതുക്കെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത്
ഓക്കെ, അത് എന്ത് ചെയ്യുക, അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒന്ന് ആദ്യം തുടങ്ങി ആദ്യത്തെ ക്ലാസ്സിൽ തുടങ്ങി പറ്റാവുന്നത് ടീച്ചേഴ്സ് എടുത്ത ടോപ്പിക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ളത് മാത്രം നിങ്ങളെടുത്ത് ചെയ്താൽ മതി. മറ്റുള്ളവരെന്ന് ചോദിക്കരുത് പ്ലീസ്. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ചില ആളുകൾ അങ്ങനെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഉച്ചക്കലത്തെ ബാച്ചിന്, രാവിലത്തെ ബാച്ചിലുള്ള കുട്ടികളുടെ നിന്ന് ഞാനും നീയൊക്കെ ഒരെണ്ണമല്ല പഠിക്കണേ, ആ ലിങ്ക് തന്നെ അതിൽ കയറുന്നു മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ 2 പേജ് മുന്നോട്ട് എടുത്തിട്ടുണ്ടാകും, ചിലപ്പോൾ പിറകോട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏത് രീതിയിൽ വന്ന് ഇപ്പൊ A ബാച്ചിൽ ഞാൻ കയറിയപ്പോ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇല്ല നമുക്ക്. ഓക്കെ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മുടെ ക്ലാസ്സിന് എടുക്കാൻ വേണ്ടി വരുന്നത്. അന്നേരം ഇത്രയും ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് ഇങ്ങനത്തെ സംശയങ്ങളില്ല. ദാറ്റ് മീൻസ് ഐ ക്യാൻ എന്താ പറയാ നേരെ തന്നെ ഐ ക്യാൻ അഗ്രി ടു മൈ ക്ലാസ്സസ് അല്ലെ. എനിക്ക് നേരെ തന്നെ ക്ലാസ്സിലേക്ക് എടുക്കാം. വെറുതെ ഞാൻ ചോദിക്കും എന്നാലും വന്നിരുന്നിട്ട് എങ്ങനെയുണ്ട്, സുഖാണോ, ക്ലാസ്സിലൊക്കെ എങ്ങനെ പോകുന്നു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആസ് യൂഷ്വൽ അവർക്ക് ഉണ്ടാകുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടല്ലാത്ത ചില കുഞ്ഞു ഡൗട്ട് അതൊക്കെ ക്ലിയർ ചെയ്യിപ്പിക്കും. ഒരു 5 മിനിറ്റോ ഒക്കെ എടുക്കുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വരുമ്പോൾ എന്റെ ക്ലാസ് അവിടെ ലാഗ് ആവും. ഓക്കെ, അപ്പൊ മോർണിംഗിൽ എനിക്ക് എടുത്ത് കവർ ചെയ്ത അത്രയും പോർഷൻസ് എനിക്കിപ്പോ ഉച്ചയ്ക്ക് കവർ ചെയ്യാൻ പറ്റിയത് വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവനവന്റെ ക്ലാസ് റൂമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അവനവന്റെ ക്ലാസ്സിൽ വരുന്ന ഗൂഗിൾ ക്ലാസ് റൂമിൽ വരുന്ന വീഡിയോസും കാണാൻ നിങ്ങൾ നോക്കുക. അല്ലാതെ അപ്പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ദയവേത് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഐ തിങ്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാത്തിനും നമ്മൾ മറ്റുള്ള മാം മോക്ക് ടെസ്റ്റിൽ എന്നും സെയിം ഇമെയിൽ ഐ ഡി വെച്ച് ചെയ്യണമെന്നില്ലല്ലോ. എന്ന് വെച്ചാ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ എപ്പോഴും ഇടയ്ക്ക് ഇമെയിൽ ഐ ഡി 2 ആയി വരും. അപ്പൊ സെയിം ഇമെയിൽ ഐ ഡി വേണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ പേരുകൾ നിങ്ങൾ കൊടുത്തിരിക്കുമ്പോ അവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അത് കുഴപ്പമൊന്നുമില്ല. വേറെ മെയിലിൽ നിന്ന് കയറിയിട്ട് ആൻസർ ചെയ്യുന്ന കാര്യമല്ലേ, സാരില്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെയും കൂടിയും നല്ലതിന് വേണ്ടിയിട്ടാ പറഞ്ഞത് അല്ലെ. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഒരു നന്മയ്ക്ക് കൂടിയാ വേണ്ടി പറയുന്നത്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് എഴുതി കൂടി വെക്കാം. നോട്ടിൽ എഴുതി വെക്കാനേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അത് സബ്മിറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ ആ ചോദ്യം കൂടെ എഴുതി അതിന്റെ ആൻസേഴ്സ് ഓപ്ഷനൊക്കെ കൊടുത്ത് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ടിക്ക് ചെയ്ത് ആ ബുക്കിൽ കൂടി അത് സ്റ്റോർ ചെയ്ത് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് അതൊരു അസെറ്റ് ആണ്. പിന്നീട് മറിച്ച് നോക്കി അതിന്റെ ഉത്തരങ്ങൾ പഠിച്ചു വെക്കാമല്ലോ. അതൊക്കെ ഒരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം നമ്മള്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് എടുത്തത് നോക്കാം. അപ്പൊ ഞാൻ ഇനി മ്യൂട്ട് ചെയ്യാണ്ടാ. അപ്പൊ ഇനി പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോ ക്ലിയർ അല്ലേ, പറഞ്ഞ കാര്യം മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ മാം, ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടെ. നമ്മുടെ എക്സാം ഫൈനൽ എക്സാം 1 ഡേ എക്സാം അല്ലേ? 1 ഡേ എക്സാം. ഓക്കെ താങ്ക് യു. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. എവിടെ വരെയാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തത്? കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതാണ് പറഞ്ഞു നിർത്തിയത്? ഹെപ്പറ്റോളജി. വാട്ട് ഈസ് ദ ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഫോർ? റംല ഒന്ന് പറയാമോ? റംല, ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? റംല ഉണ്ടോ? അത് കാണിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞിട്ട് ഞാൻ കാണിക്കാം. സ്ക്രീൻ കാണിച്ചിടാം. പറയ് റംലില്ല. അതായത് പിന്നെ ക്ലാസ്സിൽ ഉണ്ടായില്ല. ഇല്ല. അപ്പൊ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടില്ലേ? എല്ലാ ക്ലാസ്സിലും ഞാൻ ഉണ്ടായിരുന്നില്ല അന്ന്. അല്ല, റെക്കോർഡിംഗ് ക്ലാസ് കണ്ടോ? റെക്കോർഡിംഗ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമല്ലോ. അത് കണ്ടില്ല? ആ ക്ലാസ് വാച്ച് ചെയ്തില്ല? ഇല്ല, രാവിലെ. ഇതൊക്കെയാണ് നമ്മളുടെ കുഴപ്പം. അതുകൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളപ്പോ നമ്മൾ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളും അതിന് ഉത്തരം തരണ്ടേ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം തരുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ വേണ്ടേ? ഒന്ന് ക്ലാസ് ഒക്കെ വാച്ച് ചെയ്യാൻ അറിയില്ല. അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടാ. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് മൊത്തം വായിച്ചു നോക്കിയില്ലെങ്കിലും കണ്ട് കാണാൻ സമയമില്ലെങ്കിലും ആ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ കുറച്ച് കൂടുതലുണ്ട്. അത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തീരില്ല പെട്ടെന്ന്. പിന്നെ മാത്രമല്ല ഐ ഹാവ് ഓൺലി ക്ലാസ്സസ് വൺസ് ഇൻ എ വീക്ക്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നീങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടെങ്കിലും കയറുക. അപ്പൊ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഹൈന ഒന്ന് പറയാമോ? ഹൈന, അങ്ങനെ ഒരാളുണ്ട് അവിടെ. ഒന്ന് പറഞ്ഞേ.
സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ്. അത് ലിവർ ഡിസോർഡേഴ്സിനൊക്കെ വേണ്ടി ട്രീറ്റ് വെരി ഗുഡ്. ചെയ്യുന്ന ലിവർ ഡിസോർഡേഴ്സിന് വേണ്ടിയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ അതെവിടെയാണ് നിങ്ങളും ഞാനും ഒരേപോലെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ അല്ലെങ്കിൽ എന്താ പറയാ മാറിപ്പോയാലോ മനുഷ്യനാണല്ലോ, അതുകൊണ്ട് നോക്കിയതാ. ശരിയാണ്, ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇപ്പൊ കാണാൻ പറ്റുമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാനുണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കോ? യെസ്. ഓക്കെ, സോ ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ, അതായത് ഹെപ്പറ്റോളജിയിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും, സോറി, അടുത്ത എക്സ്ട്രാ നമുക്ക് നോട്ടൊന്നുമില്ല. അതിന് തൊട്ട് മുന്നിൽ നമ്മൾ എടുത്തത് ഏതായിരുന്നു? ഹെപ്പറ്റോളജിയുടെ തൊട്ട് മുമ്പ് ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് അല്ലെ? ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് എടുത്തത്. അതിന്റെ നോട്ട് തന്നിരുന്നോ? ഗാൾ ബ്ലാഡർ, അതുപോലെ തന്നെ ഈസോഫാഗസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നോ? യെസ്, റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കാം. ഓക്കെ. ഗൈനക്കോളജി ആണ് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഗൈനക്കോളജി. നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ, പ്രത്യേകിച്ച് വിമൻ അല്ലെ, സ്ത്രീകൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒത്തിരി പ്രോബ്ലംസ് ഫിമെയിൽ സെക്ഷനിൽ, അതായത് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക്, അവരെ മാത്രം ബാധിക്കുന്ന, പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ, നമ്മളുടെ എന്താ പറയാ പ്രത്യുൽപാദന സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സമ്പ്രദായവുമായിട്ട്, അതിന്റെ ആ ഒരു ഓൾ ടോട്ടൽ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഫീമെയിലുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെ, അതുമായി റിലേറ്റ് ചെയ്ത് ഫീമെയിൽസ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് ദ സൊല്യൂഷൻ ഫോർ ദീസ് പ്രോബ്ലംസ്, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ആണ് നമുക്ക് ഗൈനക്കോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വിമൻസ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാർക്ഡ് ബൈ യുണീക്ക് ചേഞ്ചസ് എന്നാണ് പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ, പെണ്ണുങ്ങൾക്ക് എന്താ പറയാ, കുട്ടി ജനിച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തുടങ്ങി, അതായത് പെൺകുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് വേറെ ആരെങ്കിലും കാണാത്ത രീതിയിലുള്ള ഒരു തരം മാറ്റങ്ങളാണ് അല്ലെ. ആ മാറ്റത്തിന്റെ സ്റ്റേജുകൾ നമുക്ക് ഇങ്ങനെ പറയാം: മെനാർക്ക്, കൺസംഷൻ പീരീഡ്, പ്രഗ്നൻസി പീരീഡ്, ചൈൽഡ് ബർത്ത്, മെനോപോസ്. ഇങ്ങനെ ഈ പറയുന്ന സ്റ്റേജസിലൂടെയാണ് മിക്കവാറും സ്ത്രീകൾ കടന്നു പോകുന്നത്. പെൺകുട്ടികൾ തുടങ്ങി സ്ത്രീ അതിന്റെ മെനോപോസ് വരെ എത്തുന്നത് വരെ ഈ ഒരു സ്റ്റേജസിൽ കൂടിയൊക്കെ കടന്നു പോകുക അല്ലെ. മെനാർക്ക്, വാട്ട് ഈസ് ദാറ്റ്? സ്റ്റാർട്ടിംഗ് ഓഫ് അവർ മെൻസ്ട്രുവേഷൻ പീരീഡ് അല്ലെ, നമ്മുടെ പീരീഡ്സിന്റെ തുടക്ക കാലഘട്ടമാണ്. അഥവാ ആരംഭം എന്നാണ് നമുക്കതിനെ മലയാളത്തിൽ വിളിക്കാം. അത് പിന്നെന്താ? കൺസെപ്ഷൻ, നമ്മളുടെ എന്താ പറയാ എഗ് സ്പേം ഫെർട്ടിലൈസേഷൻ പീരീഡ് ആണ്. നമ്മളുടെ എഗ് എന്താ പറയാ കൺസീവ് ആകുന്ന ഒരു സമയമൊക്കെ ഇല്ല, അതിന്റെ പ്രാപ്തമാകുന്ന ഒരു സമയമൊക്കെ അതാണ്. പിന്നെന്താ? പ്രഗ്നൻസി, ഇത് നമ്മൾ ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടാകുന്ന ആ ഒരു, ഇനിയും സ്ക്രീൻ കാണുന്നില്ലെന്നാ? ഇത്ര മതിയില്ലോ, എന്നെ കാണൂല, അതായിരുന്നു അത് ഞാൻ ഇങ്ങനെ നീക്കി വെച്ചേക്കണേ. ഓൾറെഡി അവിടെ ഉള്ള സാധനങ്ങൾ കാണാനല്ലേ? കാണുന്നില്ലേ? വേഗം പറയേ. വായിക്കാനുള്ള ഭാഗം അവിടെ ഉണ്ടോ? ഇത്ര മതിയില്ലേ? അത് നമ്മൾ ഞാൻ ഇത്തിരി നീക്കി വെച്ചെങ്കിൽ എന്നെ കാണൂല. ഓക്കെ, യെസ്. അപ്പൊ എന്താ പറയാ, നമുക്ക് ഈ ഇതിന്റെ തുടക്കം മുതല് പിന്നെ പ്രഗ്നന്റ് ആകുന്നത്, ചൈൽഡിനെ എന്താ പറയാ ചൈൽഡ് ബർത്ത്, പിന്നെ മെനോപോസ് എന്ന് പറയുന്ന ആർത്തവ വിരാമമാണ്. അപ്പൊ ഈ തുടക്കം മുതൽ അവസാനം വരെ ഇതിനിടയിൽ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജസിലൂടെയും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഇതിനകത്തുണ്ടാകുന്ന ക്രമക്കേടുകൾ, ഡിസോർഡേഴ്സ്, ഇപ്പൊ മെനോപോസ് എന്താ പറയാ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്താണല്ലോ, അടുത്ത വിരാമത്തിന്റെ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ചില സ്ത്രീകൾ നേരിടുന്നുണ്ട്. അത് പിന്നെ തുടക്കത്തിലെ സമയത്ത് ഇപ്പൊ കുറച്ച് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടായി, പീരീഡ്സ് ഉണ്ടായി, പിന്നെ കുറെ 2-3 മാസമൊന്നും ഇല്ല, അപ്പൊ നമുക്ക് ടെൻഷൻ ആയി, എന്തുകൊണ്ട് വന്നില്ല, പാരന്റ്സ് കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ മെനാർക്ക് അറ്റൈൻ ചെയ്യുന്നത് മുതൽ മെനോപോസിന്റെ പീരീഡ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രക്രിയകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഓൾ ദീസ് ഡിസോർഡേഴ്സ്, ഓൾ ദീസ് കൈൻഡ് ഓഫ് ഡിസോർഡേഴ്സ് വിൽ ബി ട്രീറ്റഡ് അണ്ടർ ഗൈനക്കോളജി. ഇതിനെല്ലാം ഉള്ള ഒരു പ്രശ്നപരിഹാരമുള്ള ഒരു സ്ഥലമാണ് എന്ത്? ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, ഇഫ് ദർ ഈസ് സം പ്രോബ്ലംസ്, ഈ പറയുന്ന ആർത്തവം ആരംഭിക്കുന്നത് മുതൽ
ഇതിന്റെ പല സ്റ്റേജസിലും ഇഫ് ദർ എനി പ്രോബ്ലംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇത് എന്താ പറയാ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കാര്യമായി ബാധിക്കും. ഇത് പ്രത്യുൽപാദന അവസ്ഥയെ ചിലപ്പോഴൊക്കെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ആർത്തവം തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞില്ല, പിന്നെ 3-ാമത്തെ മാസം ആകുന്നു, പിന്നെ 4 മാസം കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മാസത്തിൽ തന്നെ ട്വൈസ് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചിലർക്ക് വരുന്നു. അങ്ങനെയൊക്കെയുള്ള ക്രമക്കേടുകൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇഫ് യു ആർ നോട്ട് നോട്ടീസിങ് ഇറ്റ്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല, നമ്മൾ അത് കെയർ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വിട്ടുകളയാണെങ്കിൽ ആഫ്റ്റർ ഓൾ ഇറ്റ് വിൽ ഇഫക്ട് ദ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മളുടെ പ്രത്യുൽപാദന ഇതിനെ അത് എന്തെയും കാര്യമായി ബാധിക്കാനായിട്ട് ഇടയുണ്ട് എന്നാണ് പറയാ. 1 സെക്കൻഡ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ എന്താണ് ഈ ഒരു വിഭാഗത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ എന്താണ് നമ്മളിതൊന്നും അതിനൊന്നും വലിയ കെയർ കൊടുത്തില്ല. കുട്ടികളിലൊക്കെ ഇങ്ങനെയുള്ള ക്രമക്കേടുകളൊക്കെ ഉണ്ടാകുമ്പോൾ വി ഹാവ് ടു കൺസൾട്ട് ഗൈനക്കോളജിസ്റ്റ്. അപ്പൊ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കാണിച്ച് എന്താണ് പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. ഇന്ന് ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെയാണ്. കുറെയൊക്കെ ഒത്തിരി അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ എങ്കിലും ഇതൊക്കെ നമുക്ക് കൺസൾട്ട് ചെയ്ത് രോഗങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനെയൊക്കെ അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കറക്റ്റ് ഇറ്റ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ആഫ്റ്റർ ഓൾ അതല്ല എങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഇത് നമ്മൾ പിന്നീട് പിൽക്കാലത്ത് കുറെയൊക്കെ കഴിഞ്ഞ് ആ കുട്ടി കല്യാണമൊക്കെ കഴിച്ച് അതിന്റെ റീപ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്താ പറയാ അങ്ങനെ ആകാതിരിക്കുക, പ്രഗ്നന്റ് ആകാതിരിക്കുക, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലോ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക, അത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ എന്ത് രോഗത്തെ ആയാലും ബിഗിനിങ് സ്റ്റേജിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ട്രീറ്റ്മെന്റ് അതെല്ലാം ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ഏത് രോഗം അങ്ങനെയാണല്ലോ, നമ്മൾ ഈ സൂചി കൊണ്ട് എടുക്കുന്നത് തുമ്പയ്ക്ക് എടുക്കുന്നത് വരെ വെച്ചോണ്ടിരിക്കരുതെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എന്ത് സാധനത്തെയും നമുക്ക് അങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഇതിന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചസ് വേറെയുണ്ട്. ഗൈനക്കോളജിയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് താഴെ പറയുന്നത്. ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. എന്താണ് ഗൈനക്കോളജി? ഗൈനക്കോളജി ഇപ്പൊ പറഞ്ഞത് തന്നെ അല്ലെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത് ഗൈനക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മെനാർക്ക് മുതൽ മെനോപോസ് വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിമന്റെ എന്താ പറയുക ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ ഈ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട്ലി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം പരിഹാരമാണ് ഗൈനക്കോളജിയിൽ കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താ? ഒബ്സ്റ്റട്രിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒബ്സ്റ്റട്രിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതായത് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ഒബ്സ്റ്റട്രിക്സിൽ കൊടുക്കുക. അതായത് ഒരു പെണ്ണ് പ്രഗ്നന്റ് ആകുന്നത് മുതൽ ആ കുട്ടി അവിടെ നിന്ന് ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്ത് ചൈൽഡ് ബർത്ത് അമ്മയും കുട്ടിയുമായി വേർതിരിഞ്ഞു, അത് കഴിഞ്ഞ് അപ്പൊ 2-3 ദിവസമൊക്കെ അവിടെ കിടത്തി, അത് കഴിഞ്ഞ് വീട്ടിൽ പോക്കൊന്നല്ല, അത് കഴിഞ്ഞ് വീണ്ടും ആഫ്റ്റർ ദാറ്റ് ട്രീറ്റ്മെന്റ് പോസ്റ്റ് പാർട്ടം പീരീഡിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതായത് അമ്മയ്ക്കും കുട്ടിക്കും അമ്മയുടെ സൗന്ദര്യം തിരിച്ചെടുക്കാനും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവരെ എന്താ പറയാ ഹെൽത്തി ആക്കാനും അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ചുകൂടി നല്ല രീതിയിൽ അപ്പീലിംഗ് ആക്കാനും ഒക്കെ, അതുപോലെ കുട്ടിക്കും എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി ഒരു 10-28 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യും. ഒരു പാക്കേജ് ആയിരിക്കും അത്. അപ്പൊ പാക്കേജ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മള് പണ്ടൊക്കെ ചെയ്തിരുന്ന നേരത്തെ പറഞ്ഞ ഒബ്സ്റ്റട്രിക്സ് അല്ലെ. അപ്പൊ നമ്മള് എന്താ പറയാ പണ്ടൊക്കെ വീട്ടിലുള്ള അമ്മമാരൊക്കെയാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഈ കുട്ടികളൊക്കെ കുളിപ്പിക്കുക, അവരുടെ കുഞ്ഞു ആവകളെയും കുളിപ്പിക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ള പരിചരണമൊക്കെ കൊടുക്കുന്നത്, ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നതിനൊക്കെ തിളച്ച വെള്ളം എടുക്കണം, പിന്നെ അതും ഇതൊക്കെ ഇട്ട് തേക്കണം ഒക്കെ ഉണ്ട്. പിന്നെ അവർക്ക് മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കഷായവും അരിഷ്ടമൊക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് അന്ന് വീടുകളിലാണ് കൊടുത്തിരുന്നതെങ്കിൽ നൗ ദർ ഈസ് സൂപ്പർ സ്പെഷ്യാലിറ്റീസ്
ഇൻ ഗൈനക്കോളജി. ഈ ഗൈനക്കോളജിയിൽ ഇന്ന് അതിനൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒബ്സ്റ്റട്രിക്സ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്, ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം പീരീഡിലുള്ള ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ഒരു പാക്കേജ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന വിഭാഗമാണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഇൻഫെർട്ടിലിറ്റി ആണ്. ഇൻഫെർട്ടിലിറ്റി എന്താ? വന്ധ്യത, അതായത് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. അതിനുള്ള ട്രീറ്റ്മെന്റില് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫെർട്ടിലിറ്റി. കുറച്ച് കഴിയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മാക്സിമം 1-2 വർഷമൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കും. ഇപ്പൊ പിന്നെ അങ്ങനെ ചോദ്യമൊന്നും പറച്ചിലൊന്നും അധികമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ കുട്ടികളില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അല്ലെ. അപ്പൊ നമ്മള് ആദ്യമൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ കുറെ കഴിയുമ്പോഴായിരിക്കും കുട്ടികൾ എന്താ പറയാ, പിന്നെ നമുക്ക് ടെൻഷൻ ആവും. അതുപോലെ പല കാര്യങ്ങൾക്കും നമ്മൾ സംശയമാണല്ലോ, ഡൗട്ടാണ്. അപ്പൊ അത്ര സംശയങ്ങൾ വരും. അപ്പൊ എന്തുകൊണ്ടാകുന്നില്ല, അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗൈനക്കോളജിയിലൊക്കെ ആദ്യമൊക്കെ പോകും. സോ ആഫ്റ്റർ ഓൾ അതിനുശേഷം അവിടുത്തെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അവര് റെഫർ ചെയ്യും ഇൻഫെർട്ടിലിറ്റി. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആർക്ക് ഒന്നുകിൽ ആണിനായിരിക്കും അല്ലെങ്കിൽ പെണ്ണിനായിരിക്കും, അത് അവർ കണ്ടുപിടിച്ചിട്ട് അവർ നിങ്ങൾക്ക് അതിനുള്ള, പെണ്ണുങ്ങൾക്കാണെങ്കിൽ അവർ ഗൈനക്കോളജിയിൽ അവർ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്കാണ് പ്രശ്നം എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ട്രീറ്റ്മെന്റുകൾ ഷുഡ് ബി പ്രൊവൈഡഡ്, അതിന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ആക്ട് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫെർട്ടിലിറ്റി. അതും ഗൈനക്കോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഗൈനക്കോളജിയിൽ വരുന്ന സബ് സ്പെഷ്യാലിറ്റി സെന്റേഴ്സ് ആണ് ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത എന്നാണ് അർത്ഥം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അത് മനസ്സിലായോ? പാരഗ്രാഫ് 3 എന്താണെന്ന് ഇതിനകത്തൊന്നും ഇനി നമുക്ക് എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല കേട്ടോ. വലിയ കാര്യമായിട്ട് എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല. ആ സെന്റൻസ് വായിച്ച് കറക്റ്റ് ആക്കി മനസ്സിലാക്കാനോ ഉള്ളതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേർഡ് മീനിങ് വേണമെങ്കിൽ പറയാം. മെനാർക്ക് ആർത്തവാരംഭമാണ്, മെനോപോസ് ആർത്തവ വിരാമമാണ്. വിരാമം അതന്നെ മലയാളത്തിൽ ആർത്തവ വിരാമം. സ്പേം ഫെർട്ടിലൈസേഷൻ ആണ്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പേം ഫെർട്ടിലൈസേഷൻ, അതായത് അണ്ടരൂപീകരണം, അതിന്റെ ഒരു സമയം. മെനാർക്കൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകുക. അതൊക്കെ ഓക്കെ. ദെൻ ഗൈനക്കോളജി എന്ന് പറയുന്നതിനകത്ത് വീണ്ടും നമുക്കറിയാം സർജിക്കൽ തെറാപ്പീസ് ഓൾസോ ഈസ് പ്രൊവൈഡഡ് അല്ലെ. അതായത് സർജറീസ് നടത്തുന്നു, അത് കഴിഞ്ഞിട്ടുള്ള തെറാപ്പീസ്, ഇപ്പൊ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു, സർജറീസ് ഒക്കെ നടത്തി അതിന് തെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഗൈനക്കോളജിയിൽ തന്നെയാണ്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ എ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ് സ്പെക്ട്രം. എന്ന് വെച്ചാൽ ഒരു മുഴുവൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു വലയ മുഴുവൻ, പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു കംപ്ലീറ്റ് വലയമാണ് ഈ പറയുന്ന ഗൈനക്കോളജി എന്ന് പറയുന്ന വിഭാഗം ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിലും ഓർത്തിരിക്കാം. Complete spectrum of the problems of female reproductive system is treated under gynecology എന്ന് മനസ്സിലാക്കി വെക്കാം. Got it? മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? എന്തെങ്കിലും ഒരു റിപ്ലൈ തരൂ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഒബ്സ്റ്റട്രിക്സ്, അതായത് നമ്മൾ ഗൈനക്കോളജിയുടെ ഒരു സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്സ്റ്റട്രിക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, പോസ്റ്റ് പാർട്ടം പീരീഡ്, ഈ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. സർജിക്കൽ സ്പെഷ്യാലിറ്റി ആണ് ഇവിടെ കൂടുതൽ നടക്കുക. കെയർ ഫോർ മദർ ആൻഡ് ചൈൽഡ്, അമ്മയ്ക്കും കുഞ്ഞിനും. പ്രഗ്നൻസി പീരീഡിൽ ഒക്കെ നമുക്ക് ഗൈനക്കോളജിയിലൊക്കെ കാണിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുട്ടി ജനിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്കും കുട്ടിക്കും നൽകുന്ന പ്രത്യേക സംരക്ഷണം, സുരക്ഷ, ഇതാണ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, അല്ലെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ്, ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, ഇതൊക്കെയാണ് നടക്കുന്നത് കേട്ടാ. അപ്പൊ അമ്മയ്ക്കും കുട്ടിക്കും, കുട്ടി വയറ്റിലാകുമ്പോ തുടങ്ങി അമ്മയാണല്ലോ അല്ലെ, വയറ്റിലായിരിക്കുമ്പോ തുടങ്ങി നമ്മളൊരു അമ്മയാണ്. അപ്പൊ ആ അമ്മയ്ക്കും അതുപോലെ ഉള്ളിലുള്ള കുഞ്ഞിന് അത് പുറത്ത് വന്നതിന് ശേഷവും ആ ഒരു പ്രത്യേക കാലഘട്ടം വരെയും ഒരു ഇത്ര ദിവസം ഉണ്ടല്ലോ ചൈൽഡ് ബർത്തിന് ശേഷം, അതൊക്കെ നമുക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലമാണ് നമ്മളുടെ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒരു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ART എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ആണ്. അതും കൂടി ഇതിനകത്തുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അതായത് നമ്മളുടെ ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റിയുമായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, ഈ വന്ധ്യത മേ ബി ദ റീസൺ ഫോർ എന്താ പറയാ, നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ആകാം. മെൻ ആൻഡ് വിമൻ ബോത്ത്, രണ്ടുപേരിലും
ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഡയഗ്നോസിസ് ചെയ്ത് അവരെ എന്താ പറയാ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അവരുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അവരെ എന്താ പറയാ കൃത്രിമ ഗർഭധാരണത്തിന് വിധേയമാക്കുക. വെട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ഭ്രൂണമൊക്കെ വളർത്തി എടുത്ത് എന്താ പറയാ മെന്നിലും വിമനിലും ഉള്ള പ്രോബ്ലംസ് ഒക്കെ എന്താ പറയാ പുതിയ ടെക്നോളജി ഉപയോഗിച്ച്, അതാണ് ഈ ART എന്ന് പറയുന്നത്. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ആണ് കേട്ടോ. അതിലൂടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ ഒബ്സ്റ്ററ്റിക്സിന്റെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇൻഫെർട്ടിലിറ്റി ഇല്ലാണ്ടാക്കി ഫെർട്ടൈൽ ആക്കി മാറ്റുക. ഗർഭപാത്രം അതിന് എന്താ പറയാ ഉതകുന്ന രീതിയിൽ, അതായത് കുട്ടിയെ ഗർഭം ധരിക്കാനുള്ള പാകത്തിലേക്ക് ആക്കി മാറ്റി, അല്ലെങ്കിൽ വെട്രോ ഫെർട്ടിലൈസേഷനിലും മുഖേന കൃത്രിമ ഗർഭധാരണം കൊടുത്ത് എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് സ്പെർമൊക്കെ പുറത്തേക്ക് എടുത്ത് അത് യോജിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഗർഭപാത്രത്തെ ഉപയോഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അത് എന്താ പറയാ കൺസീവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ആർട്ടിഫിഷ്യൽ അല്ല, ഇത് എടുത്തിട്ട് അവിടേക്ക് നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, വെട്രോ ഫെർട്ടിലൈസേഷൻ മുഖേനയൊക്കെ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന, അതായത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് വിളിക്കാൻ നമുക്ക് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. അത് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. അത് ഇഷ്യൂസ് ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ, അതായത് പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ഉണ്ടാകുന്ന ആ ഇഷ്യൂസ് ഒക്കെ കണ്ടെത്തി അത് ആർക്കാണ് പ്രോബ്ലം മനസ്സിലാക്കി അതിൽ നിന്നും അവരെ എന്താ പറയാ കുറച്ച് എന്താ പറയാ ഫെർട്ടൈൽ ആക്കി മാറ്റി അവരെ റീപ്രൊഡക്ഷന് വിധേയമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഒബ്സ്റ്റെട്രിക്സിന്റെ അതിനകത്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെക്നോളജി ഇതാണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് മദർ ആൻഡ് ചൈൽഡിന്റെ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, കുട്ടി ജനിക്കുന്നതിന് മുൻപ് അതായത് വയറ്റിലായിരിക്കുമ്പോൾ മുതൽ, ഡ്യൂറിങ് ആ പീരീഡില് പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ്, ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അതിനുവേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സിൽ ഉണ്ടാക്കുക. കിട്ടിയോ? ഒരുമിച്ച് നമുക്ക് നോട്ട് ചെയ്താം. അടുത്തത് കൂടി പറയാമെന്ന് തോന്നുന്നു. അടുത്ത കുറച്ച് വലുതാണ്, അതുകൂടി പറഞ്ഞിട്ട് നോട്ട് എഴുതിയാ പോരെ? ഇതിനകത്ത് കുറച്ച് നോട്ട് ഉണ്ട്, എഴുതാനായിട്ട് കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഒബ്സ്റ്റെട്രിക്സ് ക്ലിയർ ആയില്ലേ? ആ സെന്റൻസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ആണ് കൂടുതലും ഇതിനകത്തൊക്കെ, അതൊക്കെ തന്നെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂറോളജിയാണ്. ന്യൂറോളജി എന്താ? ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം, അല്ലെ? മനുഷ്യന്മാരുടെ നെർവസ് സിസ്റ്റത്തെ, അതായത് നെർവ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം, നെർവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംപോലെ ഉള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് വരുന്ന എല്ലാ പ്രോബ്ലംസിനും ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ന്യൂറോളജി. നമ്മൾ പറയില്ലേ പെടലി വേദന എടുക്കുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ, അപ്പൊ നമ്മൾ പറയും ന്യൂറോനെ കാണാം, ഞരമ്പിന്റെ ഇതായിട്ട് ആയതുകൊണ്ടാകാം ചിലപ്പോൾ നമുക്ക് പെടലി വേദന ഇടയ്ക്കിടയ്ക്ക് മാറുന്നില്ല എപ്പോഴും. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ ഡോക്ടറെ പല പല കാര്യങ്ങളൊക്കെ പറയും, എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ടാകാം. അല്ലെങ്കിൽ കുട്ടികളോടാണെങ്കിലേ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമല്ലോ കഴുത്ത് പെടലി വേദന എടുക്കുന്നു, അപ്പൊ നമ്മൾ പറയും ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്നോ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ കുട്ടികളോട് പറയാറില്ലേ. അപ്പൊ നമ്മളും ഇതേപോലെ തന്നെ, നമ്മളും ഒട്ടും മോശമല്ലല്ലോ ഫോണിലൊക്കെ നോക്കുന്നതില്. അവരെയൊക്കെ കുറ്റം പറയുന്നത് നമ്മളും ഒട്ടും പറയില്ലൊന്നുമല്ല. നമ്മളും ഇതൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് തോണ്ടിയാൽ സമയം പോകുന്നത് അറിയില്ല. ഓക്കെ, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ? വേറെ വ്യത്യസ്തമായ സൗണ്ട് ഒന്നും ഇല്ലല്ലോ എന്റെ അല്ലാതെ? എന്തോ ഒരു സൗണ്ട് വന്ന പോലെ എനിക്ക് തോന്നി, ഇല്ലല്ലോ? ശരി, ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ ന്യൂറോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഡോക്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ്, ഇവർക്ക് എന്താ പറയാന്നറിയും, ഇവർക്ക് കുറെ പഠനങ്ങൾ നടത്തേണ്ടി വരും ഇതിനകത്ത് ഡോക്ടേഴ്സിന് ന്യൂറോളജിയിൽ. കാരണം ഒരുപാടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന നെർവ് സിസ്റ്റം, ഇങ്ങനെ ഭയങ്കര എന്താ പറയാ കുറെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരുപാട് ഞരമ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്, നെർവ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തേണ്ടി വരും, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കണ്ടെത്തി നെർവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം, അതായത് പ്രധാനമായിട്ടും നെർവ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇതിനെ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തി ആൻഡ് ദേ ഹാവ് ടു ഗിവ് ട്രീറ്റ്മെന്റ്. ന്യൂറോളജിസ്റ്റുകളാണ് ഈ ഒരു വിഭാഗത്തില് എന്ത് ചെയ്യുന്നത്,
ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ ദ ടു ഇമ്പോർട്ടന്റ് നെർവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, മറക്കണ്ട, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഹൗ, എങ്ങനെയാണ് ഇവിടെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? വലിയൊരു നീണ്ട പ്രോസസ് ആണോ? യെസ്, ശരിയാണ്. കാരണം ന്യൂറോളജിസ്റ്റ് ഹാവ് ടു എക്സാമിൻ ദ പേഷ്യൻസ്. ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മളിപ്പോ എപ്പോഴെങ്കിലും ഒക്കെ തലവേദന അല്ലെങ്കിൽ ഞാൻ ഇവിടെ തൊട്ടൽ വേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഫിസിഷ്യനൊക്കെ നമ്മൾ ആദ്യമൊക്കെ പോയി കാണുള്ളൂ അല്ലെ. അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യമൊക്കെ അവർ മരുന്ന് തന്നു, കഴിക്കുമ്പോൾ ഒരു കുറവുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അപ്പൊ അവർ പറയും സജസ്റ്റ് ചെയ്യും, പിന്നെ അങ്ങനെ തന്നെ ചെല്ലാൻ പറയില്ല. അവർ പറയും ഇനി നിങ്ങളൊന്നൊരു ന്യൂറോ സർജനെ കാണിക്കും, ഒരു ന്യൂറോനെ കൂടി ഒന്ന് കാണിക്കും, ഞാൻ ഇങ്ങനെ റെഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും ഏതെങ്കിലും ഒരു ഡോക്ടറെ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് കാണിക്കൂ എന്ന് നമ്മളോട് പറയും. അപ്പൊ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സജസ്റ്റ് ചെയ്ത് വരുന്നവരായിരിക്കും കൂടുതലും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. മെയിൻലി ഇവര് വേറെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് വരുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പേഷ്യൻസ് വരുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഇൻപേഷ്യന്റ് ബോത്ത് ഔട്ട് പേഷ്യന്റിനൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലമാണ്. ഇവർ ചെയ്യുന്നത് ദേ വിൽ ടേക്ക് എ കോംപ്രഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ്. ഇവരൊരു സമഗ്രമായ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഈ ആളെ കുറിച്ച്, ആ പേഷ്യന്റിനെ കുറിച്ച് ചില ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. മേ ബി ഫ്രം ദ കേസ് ഷീറ്റ്. അവരുടെ അവിടെ തന്നെ ചിലപ്പോൾ ഈ പേഷ്യന്റ് നേരത്തെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇയാൾക്ക് പിന്നെ വരുന്നോ, മാറുന്നില്ല എന്നൊക്കെ അത് നോക്കാൻ വേണ്ടിയിട്ട് അവർ കേസ് ഷീറ്റ് നേരത്തെ പ്രീവിയസ് ഏതെങ്കിലും സമയത്ത് ഇവരിവിടെ വന്ന് സൗണ്ട് വരുന്നതല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഇവരുടെ ഹോസ്പിറ്റലിൽ വന്നതിന്റെയും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് എന്തൊക്കെ രോഗങ്ങളുമായിട്ടാണ് പ്രീവിയസ്ലി ഈ ഒരു പേഷ്യന്റ് ഇവിടെ വന്നിട്ടുള്ളത്, അതാണ് മെഡിക്കൽ ഹിസ്റ്ററി കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നത്. അതായത് അവിടെ ഇരുത്തിയിട്ട് സമഗ്രമായ അന്വേഷണം നടത്തുന്ന പേഷ്യന്റ് ആകെ മൊത്തത്തിലൊന്നും വിശ്വസിക്കാനല്ല, അവിടെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നേരത്തെയുള്ള വരവും പോക്കും ഒക്കെ നോക്കും. എന്തൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേഷ്യന്റ് ബിഫോർ പ്രീവിയസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ അത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരതെടുത്ത് നോക്കുന്നു, അതിനെ കുറിച്ചിട്ട് ആ പഠനങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഓൾസോ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും, പരിശോധിച്ചൊക്കെ നോക്കും ആളെ. പിന്നെ എന്താ നടത്തുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇവര് അപ്പൊ അങ്ങനെ ഫിസിക്കൽ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോക്കസ് മുഴുവൻ നെർവ് സിസ്റ്റത്തിലായിരിക്കും. നമ്മുടെ ബ്രെയിൻ അതുപോലെ തന്നെ സ്പൈനൽ കോഡ്, ആ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവര് എക്സാമിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ദേ ടേക്ക് സം ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡിംഗ് അസസ്മെന്റ് ഓഫ് പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, വിജ്ഞാനപരമായിട്ടുള്ള ഒരു പ്രവർത്തികളൊക്കെ. ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചോ അല്ലെങ്കിൽ ചോദിച്ചോ അവരിൽ നിന്ന് അവരുടെ മറുപടിയോ അവരുടെ പ്രവൃത്തിയിലോ നിന്ന് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുമ്പോ അതിനുള്ള മറുപടി എങ്ങനെയുള്ള മറുപടിയാ കിട്ടണേ, ഇത് ചിന്തിച്ച് കുറച്ച് എന്താ പറയാ ജ്ഞാനത്തോടു കൂടിയുള്ള മറുപടി പറയും ആൾക്കാർ അല്ലെ, അറിവ് ഉള്ളതുപോലെ മറുപടി പറയും. അപ്പൊ അങ്ങനെയുള്ള മറുപടിയാണോ പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം വേറെ, ഈ ആള് പറഞ്ഞത് വേറെ എന്തോ ഉത്തരം, അങ്ങനെ ഒരു ഉത്തരമാണോ? അതൊക്കെ നോക്കിയാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇവരുടെ നെർവ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് പറ്റും. അല്ലെങ്കിൽ ഒരു ആക്ഷനിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ആക്ഷനിലൂടെ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡോക്ടറുടെ മുമ്പിൽ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ ഡോക്ടറിനെ അടുത്തേക്ക് ഇതുപോലെ എന്താ പറയാ നേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒരു പ്രവൃത്തിയിലൂടെ അവര് കാണിക്കുന്ന ചിലപ്പോ ഒരു ആക്ഷൻ കാണിക്കുകയാണ്. ഇപ്പൊ ഡോക്ടറുടെ മുഖത്ത് എന്തെങ്കിലും ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഈച്ച വന്നിരിക്കുന്നു പെട്ടെന്ന് അടിക്കുക, അല്ലെങ്കിൽ അത് തട്ടിക്കളയുക. നമ്മളാണ് ചെയ്യില്ല, ഡോക്ടറെ നമ്മൾ ചിലപ്പോ ഒരു കുറച്ചുകൂടി മിതത്വം പാലിച്ച് നമ്മൾ അതിന് പെരുമാറും, നമ്മൾ ബിഹേവ് ചെയ്യും, അങ്ങനെയായിരിക്കും. ചിലർ പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ആ പ്രവൃത്തിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ചില ആക്ഷൻസ് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് വൈജ്ഞാനികപരമായിട്ടുള്ള പ്രവർത്തികൾ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ കാണിക്കും, അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ അസസ് ദ മോട്ടോർ സ്ട്രെങ്ത് ഓഫ് ദ പേഷ്യന്റ്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് വണ്ടിക്കാണോ അതിന്റെ സ്ട്രെങ്ത് ആണോ? അല്ല, നമുക്ക് എന്താ പറയാ ഇതും അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ
കൈകളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സർഫസിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് നമ്മളോട് ഇങ്ങനെ പുഷ് ചെയ്യാൻ പറയും. പുഷ് ചെയ്യുന്ന സമയത്ത് ദ മൂവ്മെന്റ് ഓഫ് അവർ ജോയിന്റ് ആൻഡ് മസിൽസ് അവരത് നോക്കും. നമ്മളുടെ ജോയിന്റും മസിൽസ് ഒക്കെ എങ്ങനെയാ മൂവ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കും. അപ്പൊ ആ മൂവ്മെന്റിലൂടെയും ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദർ ഈസ് എനി പ്രോബ്ലം വിത്ത് ദെയർ നെർവ് സിസ്റ്റം. അവരുടെ ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇത് മൊത്തത്തിലുള്ള അസസ്മെന്റ് ആണ്. ഇത് ഓരോന്ന് ചെയ്യിപ്പിച്ച് നോക്കും. ഈ ന്യൂറോളജി വിഭാഗത്തില് ഇങ്ങനെയുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ, ഞരമ്പുപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസ് എല്ലാം ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നല്ല. ബേസ്ഡ് ഓൺ ദെയർ ഡിസീസ്, അവരുടെ രോഗം എന്താണെന്ന് ചോദിച്ച് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇവരിങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഈ പറഞ്ഞ മോട്ടോർ സ്ട്രെങ്ത് ഇങ്ങനെ ഭിത്തിയിലോ എവിടെയെങ്കിലും ഇങ്ങനെ തള്ളി നിൽക്കാൻ പറയും. എന്നിട്ട് ഇങ്ങനെ അവരോട് പുഷ് ചെയ്യാൻ പറയും. അപ്പൊ അവർക്ക് എന്താ ചെയ്യാം, അവർ ഈ മൂവ്മെന്റ് നോക്കും. മസില് കൈ ഇങ്ങനെ വെച്ചിട്ട് മൂവ് ചെയ്യുന്നതൊക്കെ പുഷ് ചെയ്യുമ്പോൾ ഏതാ മൂവ് ചെയ്യാം, നമ്മുടെ മസിലായിരിക്കും അല്ലെങ്കിൽ ജോയിന്റ് ആണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് ഒരു 5 തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട് ഈ മോട്ടോർ സ്ട്രെങ്തിനെ. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ ആ മൂവ്മെന്റ് ഒന്ന് നോക്കും. അപ്പൊ മൂവ്മെന്റ് നോക്കുമ്പോ ഓക്കെ, ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ട്, മസിൽ മൂവ് ചെയ്യുന്നുണ്ട്, നോ പ്രോബ്ലം. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ആക്ഷൻ 5 രീതിയിലുള്ള ആക്ഷൻസ് കാണിപ്പിക്കും. കൈ ഇങ്ങനെ മുട്ടുകാലിൽ വെച്ചിട്ട് ആയിരിക്കാം, അപ്പോഴും ഇതേപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ. അതുപോലെ കാല് പൊക്കിയിട്ട് അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. നിങ്ങൾ വേണമെങ്കിൽ മോട്ടോർ സ്ട്രെങ്ത് വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ അവരെന്താണ് ആക്ടിവിറ്റീസ് ഈ പേഷ്യൻസിനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് കാണാം. 5 ചെയ്യിപ്പിക്കാം. അതാണ് 5 out of 5 മീൻസ് എല്ലാം ഓക്കെ ആണെന്നാണ് അതിന്റെ അർത്ഥം. മോട്ടോർ സ്ട്രെങ്തിൽ വേറെ പ്രശ്നമൊന്നും ആ പേഷ്യന്റിന് ഇല്ല എന്നാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരുടെ മസിൽ മൂവ്മെന്റ് ഉണ്ട്, ജോയിന്റ് മൂവ് ചെയ്യുന്നില്ല. ചിലരുടെ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ട്, ദർ ഈസ് നോ മസിൽ മൂവ്മെന്റ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5-ൽ 4 അല്ലെങ്കിൽ 3, 2 മാർക്കൊക്കെയാ കിട്ടുക. അപ്പൊ അതനുസരിച്ച് ദേ ക്യാൻ കൺക്ലൂഡ് ദ ഡിസീസ്, എന്താണ് രോഗം എന്നൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അതെന്താണെന്ന് മാത്രം പറഞ്ഞെന്നുള്ളത് ഞാൻ എഴുതി തരാം എന്താണ് മോട്ടോർ സ്ട്രെങ്ത്. ഓക്കെ, പിന്നെ എന്താ സെൻസേഷൻ റിഫ്ലക്ഷൻസ്. എന്താ പറയാ, സെൻസേഷൻ നമുക്ക് തൊട്ടുമ്പോ ഇവിടെ ഓരോ പ്രതലത്തിൽ തൊടുമ്പോ നമുക്ക് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു, അത് നമ്മൾ സെൻസ് ചെയ്യുന്നത്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ റിഫ്ലക്ഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി അങ്ങനെയുള്ള പരീക്ഷണങ്ങളും ഡോക്ടേഴ്സ് ഈ രോഗികളിൽ നിന്ന് എടുക്കാറുണ്ട്. സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ തൊടുമ്പോ അത് മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങള്. പിന്നെ എന്താ പറയാ, നമുക്ക് എന്താ പറയാ രുചി, അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. പിന്നെന്താ പറയാ, കോർഡിനേഷൻ, ഇവരുടെ ഏകീകരിക്കാനുള്ള ഇവരുടെ ഒരു കഴിവ്, ഏകോപന കഴിവ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പൊ ചിലപ്പോ ഏകോപിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവരുടെ റിമംബറൻസ്, ഇത് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ കൊടുക്കും. ഇപ്പൊ ഇന്നൊരു മോർണിംഗ് തുടങ്ങി എന്തൊക്കെയാണ് ചെയ്തത് ഒന്ന് ഓർത്തെടുത്ത് പറയാമോ, അങ്ങനെയുള്ള ചില ടെസ്റ്റിംഗ് രീതി. ഈ പരിശോധനകളുടെ ഒരു ഭാഗമാണ് ഇതൊക്കെ. ഈ പേഷ്യന്റിന് എന്ത് രോഗമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള രോഗമാണ്, സ്പൈനൽ കോഡിനെ ബാധിക്കുന്നതാണോ ബ്രെയിനിനെ സംബന്ധിക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു രീതി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് പ്രോപ്പർ അല്ല എങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകൾ കാണിക്കും പേഷ്യൻസ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മാത്രമല്ല ഇനി എന്താണ് ജാറ്റ് മീൻസ് വാക്കാണ്, നടത്തം. ഒന്ന് നടത്തിയൊക്കെ നോക്കും. അപ്പൊ നടത്തി നോക്കുമ്പോ പേഷ്യന്റ് അവിടെ നടക്കുമ്പോൾ ഡോക്ടർ ഇവിടെ നോക്കിയിരിക്കുകയല്ല, പേഷ്യന്റ് മൂവ് ചെയ്തത് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി അവർ ആ മൂവ്മെന്റിലൂടെ അവരുടെ എന്താ പറയാ, ഈ നമ്മുടെ കാലുകളുടെ ഒക്കെ ഒരു രീതിയിലുള്ള മസിൽസിലൊക്കെ ഉണ്ടല്ലോ, അവിടെ മൂവ്മെന്റ് ഒക്കെ നോക്കി പരിശോധിച്ച് അങ്ങനെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് അവരുടെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ വിലയിരുത്തൽ അങ്ങനെയാണ്. ന്യൂറോളജിയിൽ വരുന്ന പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യുന്ന രീതികളിൽ കുറച്ചാണ് പറഞ്ഞേക്കണേ. ഏതൊക്കെയാണ് ന്യൂറോളജിക്കൽ അസസ്മെന്റിൽ വരുന്നത്? പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്ഷൻ, കോർഡിനേഷൻ, ജൈറ്റ്. ഈ 5 കാര്യങ്ങൾ ഡോക്ടർ രോഗിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കും. അതൊക്കെ ചെയ്യിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവരെ രോഗിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇനി ഇഫ് എനി പേഷ്യൻസ് ഹാവ് ടു ഗോ ഫോർ എനി സർജറി, ന്യൂറോളജിസ്റ്റ് വുഡ് നോട്ട് പെർഫോം സർജറി. ഈ ന്യൂറോളജിസ്റ്റുകൾ, ന്യൂറോളജി കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കുക. എന്നാൽ ന്യൂറോളജിസ്റ്റുകളല്ല ഇതിനകത്ത് എന്തെങ്കിലും സർജറി ഒക്കെ വേണമെങ്കിൽ, ഇപ്പൊ ഞരമ്പിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ബ്രെയിനിലോ സ്പൈനൽ കോഡിനോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർജറിയിലൂടെ ഒക്കെ റിപ്പയർ ചെയ്ത് എടുക്കണമെങ്കിൽ ന്യൂറോളജിസ്റ്റുകളല്ല ഈ പറയുന്ന സർജറീസ് നടത്താം. ഇതാരായിരിക്കും ചെയ്യുക?
ന്യൂറോ സർജൻ ആണ്. ന്യൂറോ സർജൻ ആണ് എന്ത് ചെയ്യുന്നത്, സർജറി പ്രൊസീജിയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിന് സർജിക്കൽ ഇന്റർവെൻഷൻ അവരുടേതാണ് ആവശ്യം. ആരുടെ? ഈ പറയുന്ന ന്യൂറോ സർജൻ ആയിരിക്കും ഈ ന്യൂറോ സർജറി എന്ന് പറയുന്ന അതിനകത്ത് ഇടപെടുന്ന ആൾ. അല്ലാണ്ട് ന്യൂറോളജിസ്റ്റ് ഓപ്പറേഷൻസ് ഒന്നും ചെയ്യില്ല. ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻ സർജറീസ് ഒന്നും ആര് ചെയ്യില്ല? ന്യൂറോളജിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. കിട്ടിയോ? ഇതാണ് നമ്മുടെ ന്യൂറോളജി എന്ന് പറയുന്ന വിഭാഗം. എന്തൊക്കെയാണെന്ന് നോക്കാം. നെർവ് സിസ്റ്റത്തിനെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജിസ്റ്റ്. ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇൻപേഷ്യൻസിനും ചിലപ്പോഴൊക്കെ ആവശ്യം വരും, ഔട്ട് പേഷ്യൻസിനും മിക്കവാറും ആവശ്യം വരുന്ന ഒരു വിഭാഗമാണ് ന്യൂറോളജി എന്നുള്ളത് ഓർക്കുക. ഇനി ഇവരൊരു ഇന്ററാക്ഷൻസിലൂടെയാണ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുന്നു. അത് കൂടുതലും ഫിസിക്കൽ എക്സാമിനേഷൻ എടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും നെർവ് സിസ്റ്റത്തിലായിരിക്കും. മാത്രമല്ല ഇവരുടെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അസസ്മെന്റ് നടത്തുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എടുക്കും, മോട്ടോർ സ്ട്രെങ്ത് നോക്കും, കോർഡിനേഷൻ നോക്കും, സെൻസേഷൻ റിഫ്ലക്ഷൻസ് നോക്കും, ആൻഡ് ഓൾസോ ഡയറ്റ് നടത്തവും ഒക്കെ നോക്കി ആണ് മനസ്സിലാക്കിയാണ് ന്യൂറോളജിസ്റ്റ് അവരുടെ രോഗികളുടെ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത്. ആൻഡ് ന്യൂറോ സർജൻ ആണ് ഇതിന്റെ സർജറി ട്രീറ്റ്മെന്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. കിട്ടിയോ? കിട്ടിയെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യണം. എനി ഡൗട്ട്? ഇവിടെ ഉള്ളത് തന്നെയുള്ളൂ. ഇതിനകത്തുനിന്ന് കുറച്ച് വേർഡ്സ് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. ഇപ്പൊ ഈ ഉദാഹരണത്തിന് മോട്ടോർ സ്ട്രെങ്ത് ഒക്കെ അല്ലെ. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഡൗട്ട്. സോ വി ക്യാൻ റൈറ്റ് ഡൗൺ. എഴുതാട്ടോ. ഒബ്സ്റ്റട്രിക്സ് എഴുതാം. ഗൈനക്കോളജിയിൽ ഒന്നും എഴുതാനില്ല. ഒബ്സ്റ്റട്രിക്സിൽ 1-2 വാക്കുകൾ ഉണ്ട്. ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഒബ്സ്റ്റട്രിക്സ്, അതർവൈസ് സമയം പോകും. ഒബ്സ്റ്റട്രിക്സ് എന്ന് എഴുതാം. അതിന്റെ താഴെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് എഴുതാം. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ബ്രാക്കറ്റില് ART എന്ന് എഴുതാം. ഫുൾ ഫോം പഠിക്കണം, ഷോർട്ട് ഫോമും പറഞ്ഞിരിക്കണം. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. Put a hyphen and write. Hyphenated എഴുതാം. Is a അതായത് ART, assisted reproductive technique is a branch of medicine. A branch of medicine. A branch of medicine that deals with infertility, both in men and women. Both in men and women. അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. പിന്നെന്താ അതിനകത്ത് വേണ്ടത്? വെട്രോ ഫെർട്ടിലൈസേഷന്റെ മലയാളം വാക്കൊന്ന് എഴുതി വെക്കുക. വെട്രോ ഫെർട്ടിലൈസേഷൻ എല്ലാവരും എഴുതിയോ? പറഞ്ഞത് എഴുതിയായിരുന്നോ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക് എഴുതിയവരാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് സെന്റൻസ് എഴുതിയവരുണ്ടോ? ഓക്കെ, സോ ലാസ്റ്റ് ഒന്ന് അതൊന്ന് അവിടെ ടൈപ്പ് ചെയ്തൊന്ന് കാണിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വെട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, കേൾക്കുന്നില്ലെന്നാ? ഇത്ര കുറച്ചുണ്ടായി എന്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ വേറെ ടീച്ചേഴ്സ് വരുമ്പോ അവരുടെ സൗണ്ട് എങ്ങനെ കേൾക്കാം? ഇവിടെ അല്ലെങ്കിൽ തന്നെ എന്റെ സൗണ്ടാ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നാ പറയുന്നത്. കേൾക്കുന്നില്ലെന്നോ? വൈ സൗണ്ട് ഇല്ല എനിക്ക്? ഇവിടെ എന്റെ സൗണ്ട് ഇത്തിരി കുറയ്ക്കാൻ പറഞ്ഞ് എനിക്ക് സൈലൻസർ ഫിറ്റ് ചെയ്യാന്നിരിക്കുന്ന ആൾക്കാരാ ഇവിടെ. അപ്പോഴാണ് നിങ്ങൾ എനിക്ക് സൗണ്ട് ഇല്ല എന്ന് പറയണേ. റംസിയക്ക് കേൾക്കാനില്ലെങ്കിൽ എന്തെങ്കിലും റേഞ്ച് പ്രശ്നമായിരിക്കാം. നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ വെട്രോ ഫെർട്ടിലൈസേഷൻ. അതിന്റെ മലയാളം അർത്ഥം ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. കൃത്രിമ ഗർഭധാരണം. ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമ ഗർഭധാരണം. വെട്രോ ഫെർട്ടിലൈസേഷൻ.
ഇത് എന്തെന്നാ ഇവിടെ ഒരു വേറെ ഒരു വേർഡ് ഉണ്ടായിരുന്നു, എംബ്രയോളജി, അതായത് ഭ്രൂണശാസ്ത്രം. അതിനെ കുറിച്ചൊക്കെ പഠിച്ച് ആ ഭ്രൂണശാസ്ത്രമൊക്കെ ഭ്രൂണമൊക്കെ വളർത്തി അതിന് കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. എംബ്രയോളജി എന്താണെന്ന് കൂടി എഴുതി വെച്ചേക്കാം, മലയാളം വാക്ക് എഴുതിയാൽ മതി, അതെന്താണെന്നൊന്നും വേണ്ട. ഭ്രൂണശാസ്ത്രം, ഭ്രൂണശാസ്ത്രം അതായത് ഭ്രൂണവുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുന്ന ശാസ്ത്രശാഖ, അതാണ് എംബ്രയോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂറോളജി എന്ന് ഹെഡിങ് ചെയ്യുക. ന്യൂറോളജി, ന്യൂറോളജി ന്യൂറോളജിയിലേതാ? എന്താ പറ്റിയത്? റംസിയക്ക് എന്താ പ്രശ്നം? റംസിയ ഒന്നുകൂടി പറയാൻ പറഞ്ഞതല്ലേ? ഒന്നുകൂടി പറയാൻ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. നമുക്ക് ക്ലാസ് കഴിയുമ്പോ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്ത ആരൊക്കെയോ ഉണ്ട്, പിള്ളേരുണ്ട്, അവരോട് ഞാൻ പറഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് ഇപ്പൊ ഇത് ന്യൂറോളജി, ഇത് ന്യൂറോളജി. അതെ, മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഉണ്ടെന്ന് അവര് നോട്ട്സ് ആയിട്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഇപ്പൊ ഇത് ന്യൂറോളജി, ചെയ്ത് ന്യൂറോളജിയില് ഒരു ഹൈഫൻ ഇടാ. എന്നിട്ട് അതിന്റെ താഴെ ഫസ്റ്റ് വേർഡ് ഏതായിരുന്നു? ഐ തിങ്ക് മോട്ടോർ സ്ട്രെങ്ത് ചെയ്ത, മോട്ടോർ സ്ട്രെങ്ത്, മോട്ടോർ സ്ട്രെങ്ത് എന്ന് എഴുതാം. അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ മസിൽ സ്ട്രെങ്ത് ആണ്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് ആണ്. MUSCLE, മസിൽ, MUSCLE, മസിൽ സ്ട്രെങ്ത്. It is a assessment of the movement of muscles and joints. Movement, MOVEMENT, movement of muscles and joints. Full stop. By examining, EXAMINING, by examining the movement of joints, the movement of joints and muscles, the neurologist can provide treatments. മോട്ടോർ സ്ട്രെങ്ത് എന്ന് എഴുതി, അതിന്റെ തൊട്ട് പിന്നാലെ ഒരു ഹൈഫൻ ഇട്ടിട്ട് മസിൽ സ്ട്രെങ്ത് എന്ന് എഴുതി. കാരണം അത് തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, പിന്നെന്താ? ഓക്കെ, ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ച് വേർഡൊന്നുമില്ല. മോട്ടോർ സ്ട്രെങ്ത് മാത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി എഴുതി തന്നത്. അതായത് നമ്മളുടെ ഈ മൂവ്മെന്റ് നോക്കിയിട്ടാണ് നമ്മളെ കൊണ്ട്. ജയറ്റ് എന്ന് പറഞ്ഞാൽ നടത്തം നമുക്ക് അറിയാൻ വേണ്ടി മാത്രം. മോട്ടോർ സ്ട്രെങ്ത് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് എഴുതി തന്നെ. ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ by examining the movement of muscles and joints, 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 the neurologist can provide treatments. സെൻസേഷൻ റിഫ്ലെക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പർശന ശേഷിയില്ലേ,
ഇപ്പൊ തൊടുമ്പൊക്കെ മനസ്സിലാകും. ചില ആൾക്കാർക്ക് ഇങ്ങനെ തൊട്ടാല് ഈ ഞരമ്പിന്റെ ഒക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോഴൊക്കെ നമുക്ക് സ്പർശന ശേഷിയൊക്കെ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. അതാണ് ഇത്രയുള്ളൂ. സ്പർശന ശേഷി എന്നൊന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി, മലയാളം വേർഡ് എഴുതിയാൽ മതി. സെൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ, സെൻസേഷൻ റിഫ്ലെക്സസ്. അതാണ് ന്യൂറോളജിയിൽ ഇങ്ങനെയുള്ള പരിശോധനകളാണ് നടക്കുന്നത്. അത് പരിശോധനകളെക്കാൾ അപ്പുറം ഓരോ പേഷ്യൻസിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ പറയിപ്പിച്ച് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ആളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതായത് ഞരമ്പ് പരമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്നത്. മോട്ടോർ സ്ട്രെങ്ത് നോക്കുന്നതും നടത്തി നോക്കുന്നതും ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുന്നതും അവരോട് ഓരോന്ന് ചോദിച്ച് അവരുടെ മറുപടിയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെയാണ് അവർ വിലയിരുത്തുക ഈ ആൾക്ക് എന്തെങ്കിലും നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖമുണ്ടോ ഇല്ലയോ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? അത് അറിഞ്ഞിട്ടാണ് പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുള്ളൂ. ഇങ്ങനെ അപ്പൊ ഇതൊന്നും അല്ല പ്രശ്നം. ഇവിടെ എല്ലാം ഓക്കെയാണ്, എല്ലാം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. മോട്ടോർ സ്ട്രെങ്ത് ഒക്കെ 5 out of 5 ആണ്. ഒരു മൂവ്മെന്റിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, നടത്തത്തിൽ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ there is no complaint in nerve system. അവിടെ എന്താ പറയാ, നെർവ് സിസ്റ്റത്തിൽ യാതൊരു കംപ്ലൈന്റും ഇല്ല എന്ന് തന്നെ അവർ മനസ്സിലാക്കും. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, രോഗമായിരിക്കാം എന്ന് പിന്നെ വേറെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് അവര് നടത്തേണ്ടി വരും. അതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനാണ് ഇയാളുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, ബ്രെയിൻ ഉപയോഗിച്ച് ഉത്തരങ്ങൾ പറയുന്നുണ്ടോ, പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതാണ് പറഞ്ഞത്, ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ബുദ്ധിപരമായി മറുപടി പറയാം. ബുദ്ധിപരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇപ്പൊ ഒരു സിമ്പിൾ ചോദ്യത്തിന് ഭയങ്കര ബുദ്ധിയോ വലിയ ബുദ്ധിയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്, ആ ഒരു ആൻസർ എനിക്ക് കിട്ടണം. അപ്പൊ നമ്മളത് ആലോചിച്ച് പറയും, ആ മാം ഇതായിരിക്കും ഉദ്ദേശിച്ചേക്കണേ, അതാണ് ഞാൻ ഉത്തരം പറയണ്ടേ. അല്ലാതെ ഞാനൊരു കാര്യം ചോദിച്ചു വേറെ എവിടെയോ കിടക്കുന്ന കാര്യത്തെ കുറിച്ച് ഉത്തരം പറഞ്ഞാല് എനിക്ക് അത് മനസ്സിലാക്കേണ്ടത് അതെന്താണത്, ഞാൻ ചോദിച്ചത് ഇന്നതാണല്ലോ, ആ കുട്ടി എന്താ പറഞ്ഞേ എന്ന് ചിന്തിക്കില്ലേ ഞാൻ. അപ്പൊ ആ ഒരു ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്നാണ്. ഓക്കെ, അസസ്മെന്റ് ആണ്. അസസ്മെന്റ്, ASSESSMENT, അസസ്മെന്റ് എന്നായിരുന്നു, അസിസ്മെന്റ് അല്ല കേട്ടോ. അപ്പൊ ആരെങ്കിലും ആ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതി ആരെങ്കിലും ഉണ്ടല്ലേ ഒന്ന് കൊടുത്തേക്കണേ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഏകോപനം, കോർഡിനേറ്റ് ചെയ്യുക, അത് തന്നെ ഏകോപിപ്പിക്കുക, അത് തന്നെ. അതായത് ഇപ്പൊ നമ്മൾ തുടങ്ങി നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് ഇന്ന് രാവിലെ തുടങ്ങി ഇവിടെ ഈ സമയം വരെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തേ ഒന്ന് ഓർഡർ അനുസരിച്ച് പറയാമോ, ക്രമം തെറ്റിക്കാതെ എന്തൊക്കെ പറയാൻ പറയാം. അതൊക്കെ ഏകോപിപ്പിച്ചെടുക്കണ്ടേ. അപ്പൊ കണക്ട് ചെയ്ത് ആ കറക്റ്റ് ആയിട്ട് എല്ലാം പറയണ്ടേ. തോന്നിയത് ഇന്ന സമയത്ത് ഇന്നത് ചെയ്തു, പിന്നെ ഉച്ചയ്ക്ക് ഇന്ന ചെയ്തു, പിന്നെ കാലത്തേക്ക്, അങ്ങനെയല്ലല്ലോ. ആ ഒരു രീതിയിൽ ഓർഡറിലൊക്കെ പറയാനൊക്കെ പറ്റുക, അതാണ് കോർഡിനേഷൻ. ഓക്കെ, വൈജ്ഞാനിക എന്നാണ് കോഗ്നിറ്റീവിന്റെ മീനിങ്. വൈജ്ഞാനിക, ബുദ്ധിപരമായിട്ടുള്ളത്, വിജ്ഞാനപരമായിട്ടുള്ളതിനെ വൈജ്ഞാനികം എന്ന് പറയും നമ്മൾ. അതാണ് കോഗ്നിറ്റീവ്. വിജ്ഞാനപരമായിട്ടുള്ള പ്രവർത്തനം, ഫങ്ഷനിങ്, ശരിയായിട്ട് ബുദ്ധി പ്രവർത്തിച്ച് ബ്രെയിൻ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ബുദ്ധിപരമായിട്ടുള്ള മറുപടിയാണ് പറയുന്നതെങ്കിൽ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, ജയത്ത് നടത്താം. ന്യൂറോളജിയുടെ മലയാളമോ? നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. നെർവസ് സിസ്റ്റം ഇല്ലേ, നമ്മുടെ നാഡീവ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിനു വേണ്ടി ചികിത്സകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 2-3 ടോപ്പിക് എടുത്തിട്ടുള്ളൂ, മൂന്നെണ്ണം കണ്ടു എടുത്തിട്ടുള്ളൂ. അതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കുക. അടുത്ത ദിവസവും വീണ്ടും വരുമ്പോ ആൻസേഴ്സ് ഒക്കെ വേഗം ചാടി പറയണോട്ടാ. ഇതേപോലെ അപ്പൊ എപ്പോഴാണ് നമ്മുടെ ക്ലാസ്, അല്ലെങ്കിൽ വേഗം നടക്കില്ല, നമുക്ക് കുറച്ച് ലാഗ് വരും. അപ്പൊ ഇതുപോലെ എന്താ പറയാ, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ ഒരുപാട് കുറെ നമ്മൾ ചില കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാ, അതിനെ കുറിച്ച് വീണ്ടും ചോദിച്ചുകൊണ്ട്